നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേങ്ങ വില അതിമോഹ വിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കിലോയുടെ പുറത്ത് 95 രൂപ. സാധാരണക്കാർക്ക് വലിയ വിഷമം തന്നെയാണ് ഈ തേങ്ങ വില വാങ്ങിക്കുക. നേരത്തെയൊക്കെ 4-5 കിലോ മേടിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ 2-1 കിലോയൊക്കെയാണ് വാങ്ങിക്കുന്നത്. കാരണം അമിതമായി തേങ്ങ വില ഇങ്ങനെ കൂടിയിരിക്കുന്ന കാരണം മിക്ക ആൾക്കാർക്കും തേങ്ങയുടെ ഉപയോഗം കുറയുകയാണ്. എന്നാലും അടുക്കളയിൽ നിന്ന് ഉപയോഗിക്കാതിരിക്കാനും പറ്റത്തില്ല. പ്രത്യേകിച്ച് മലയാളികളുടെ അടുക്കളയിൽ തേങ്ങയില്ലാത്ത ഒരു വിഭവം കുറവാണ്. വർദ്ധിച്ചു വരുന്ന തേങ്ങയുടെ ഉപയോഗവും മറ്റും വിലയുടെ ഉപയോഗവും കേട്ട് നമ്മൾ മിക്ക തെങ്ങുകളെയും നല്ല രീതിയിൽ പരിപാലിക്കുകയാണ്. തെങ്ങിൻ്റെ പരിസരവും നല്ലതുപോലെ വൃത്തിയാക്കി അത് തടമൊക്കെ എടുത്ത് നമ്മൾ സൂക്ഷിക്കാം. അങ്ങനെ വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ചെല്ലിയുടെ ഉപയോഗവും ചെല്ലി വരുന്നതും നമുക്കറിയത്തില്ല. സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൂടെ ചെയ്യേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് നനച്ച് കവളുകളിൽ ഇടുക എന്നുള്ളത് ഒരു പ്രധാന മാർഗം തന്നെയാണ്. 3-4 തവണ ഇങ്ങനെ കവളിൽ വേപ്പിൻ പിണ്ണാക്ക് നനച്ചിട്ടാൽ അതിൻ്റെ കയ്പ്പ് കാരണം കുറേ ചെല്ലിയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. അതുപോലെ വർഷത്തിൽ 2-3 തവണയെങ്കിലും ഇതിന് അടിസ്ഥാന വളങ്ങൾ മറ്റും കൊടുക്കുകയും ചെയ്യാം. കൂടെ വെള്ളം കൊടുക്കുന്നതും നല്ലതാണ്. നല്ലതുപോലെ കായ്ക്കാൻ വേണമെങ്കിൽ അടിസ്ഥാന വളങ്ങളും മറ്റും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. തെങ്ങിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നോ അതുപോലെ തെങ്ങിനും ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുകയും വേണം. ഉണങ്ങിയ കാലിവളമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പണ്ടൊക്കെ തെങ്ങ് വെട്ടി റബ്ബർ നട്ടത് മിക്ക ആൾക്കാരും ഇപ്പോൾ റബ്ബർ വെട്ടിക്കളഞ്ഞ് തെങ്ങ് ഇടുകയാണ്. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണ്. കാര്യം വീട്ടാവശ്യത്തിന് തേങ്ങയെങ്കിലും അടത്താമല്ലോ. അതുൾപ്പെടെ കരിക്കും മറ്റും അടത്തി കുടിക്കാമെന്നുള്ള മോഹ പ്രതീക്ഷയിലാണ് ഇപ്പോൾ തെങ്ങും തൈകൾ വെച്ച് തുടങ്ങുന്ന മിക്ക ആൾക്കാരും. ചില സ്ഥലങ്ങളിൽ കരിക്കാണ് മുമ്പേ വെട്ടുന്നത്. കാര്യം 2 കരിക്ക് വിളയുന്ന സമയത്ത് ഒരു തേങ്ങ വിളയത്തുള്ളൂ. അന്നേരം കരിക്ക് കൊടുക്കുമ്പോൾ കരിക്കാണ് നല്ല ലാഭം. കച്ചവടക്കാർക്ക് കരിക്കായിട്ട് കൊടുക്കുമ്പോൾ 40 രൂപ മുതൽ കിട്ടും. 2 കരിക്ക് പോകുമ്പോൾ 80. അന്നേരം ഒരു തേങ്ങ കൊടുത്താൽ 30-40 രൂപ വരെ കിട്ടത്തുള്ളൂ. തെങ്ങുകളെ സംരക്ഷിക്കാനായി പ്രത്യേക പദ്ധതി കൃഷിഭവനങ്ങളിലുണ്ട്. അടുത്തുള്ള കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്താൽ അവരതിൻ്റെ വിവരങ്ങൾ അറിയിക്കും. ചെല്ലി സംരക്ഷണ മാർഗങ്ങളും അത് അവിടെ രജിസ്റ്റർ ചെയ്താൽ തെങ്ങുകളെ ആക്രമിക്കുന്ന ചെല്ലിക്കുള്ള മരുന്ന് അവർ കൊണ്ടുവന്ന് വെച്ച് തരും. നിരവധി മാർഗങ്ങളിലൂടെ നമ്മുടെ ഓരോ തെങ്ങുകളെയും സംരക്ഷിച്ച് നല്ല രീതിയിൽ ഉൽപ്പാദനം കൂട്ടാം. അങ്ങനെ നമുക്ക് വിലയിൽ നിന്ന് രക്ഷപ്പെടാം. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് ഒരു തെങ്ങിൽ കയറണമെങ്കിൽ 60 രൂപയാണ് ഇപ്പോൾ കൂലി കൊടുക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയാണ് കൂലി എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.